ഏതാണ്ട് 5 വർഷം മുമ്പ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കേരള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും UDFിൽ നിന്ന് LDFിലേക്ക് ചുവടുമാറിയത്. എന്നാൽ ഇപ്പോൾ 5 വർഷങ്ങൾക്കിപ്പുറം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് മുഴങ്ങുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം തന്നെ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ജോസ് കെ മാണിയുടെ നിലപാടുകളെ പോലും ധിക്കരിച്ചുകൊണ്ട് ഏതു വിധേനയും UDFിലേക്ക് മടങ്ങണമെന്ന കടുത്ത നിലപാടുമായി പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. യുവ നേതാക്കളാണ് ഇപ്പോൾ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ട് പാർട്ടിക്കുള്ളിലും പൊതുരംഗത്തും സജീവമാകുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായ ചില തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരുടെ അനുഗ്രഹ ആശിസ്സുകളോടെയാണ് ഈ യുവ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ കൊട്ടാര വിപ്ലവം തീർക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി തിരിച്ചറിയുന്ന ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുണ്ട്. ജോസ് കെ മാണിക്ക് മാത്രമാണ് UDFിനോടും കോൺഗ്രസ് നേതാക്കളോടും എതിർപ്പുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ജോസ് മുന്നണി വിട്ട ശേഷം എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തെയും പാർട്ടിയെയും തിരികെ UDFിലേക്ക് എത്തിക്കുവാനായി കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. വേണ്ടി വന്നാൽ മാണി സി കാപ്പന് സുരക്ഷിതമായ ഒരു മണ്ഡലം ഒരുക്കിക്കൊണ്ട് തന്നെ ജോസിന് പാലാ വിട്ടു നൽകാമെന്ന ഫോർമുല പോലും മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയും മുന്നോട്ട് വെച്ചിരുന്നതാണ്. എന്നാൽ ഒരിക്കലും UDFിന് അംഗീകരിക്കുവാൻ കഴിയാത്ത നിബന്ധനകൾ മുന്നോട്ട് വെച്ച് അവരെ പരിഹസിക്കുന്ന നിലപാടാണ് ജോസ് കെ മാണി ഈ ഘട്ടത്തിലെല്ലാം സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അണികളും നേതാക്കളും ഇപ്പോൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം 2025 26 ഇടതുമുന്നണിയോട് ചേർന്ന് മത്സരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടിയാണ് തങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയോട് ചേർന്ന് മത്സരിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് പല നേതാക്കളും ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്ന വിഷയമെന്ന് പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ മലയോര കർഷക മേഖലയിൽ സർക്കാരിനോടുള്ള വലിയ എതിർപ്പാണ്. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് സർക്കാരിൽ നിർണായക സ്വാധീനമുണ്ട് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും അവരുടെ അടിസ്ഥാന വോട്ട് ബാങ്കിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇതുവരെയും ഒന്നും ചെയ്യുവാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPMന്റെ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ്. കർഷകരുടെ വികാരങ്ങൾക്ക് ചെവി കൊടുക്കാതെ CPM ഏകാധിപത്യപരമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ കഴിയാത്തതിന്റെ നിസ്സഹായതയിലാണ് കേരള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ. ജോസ് കെ മാണിക്ക് ഇടതുമുന്നണിയിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയൊക്കെ അടുത്ത് വലിയ സ്വാധീനവും സ്വീകാര്യതയും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കെ തന്നെ മറ്റ് നേതാക്കളുടെ കാര്യം അങ്ങനെയല്ല. പ്രാദേശിക തലത്തിലേക്ക് എത്തിയാൽ CPMന്റെയും CPIയുടെയും നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരോട് ഒരു വലിയേട്ടൻ മനോഭാവം പുലർത്തുന്നുണ്ട്. ഇത് അവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമല്ല. കാരണം UDFിലായിരുന്നപ്പോൾ കോട്ടയം ജില്ലയിലടക്കം കോൺഗ്രസ് പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും വലിയ പരിഗണനയാണ് UDFിന്റെ ഭാഗമായി നിന്നപ്പോൾ മാണി ഗ്രൂപ്പിന് ലഭിച്ചു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കോട്ടയം ജില്ലയിലടക്കം കേരള കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ ഒരു പ്രാധാന്യവും മുന്നണി യോഗങ്ങളിൽ പോലും ലഭിക്കുന്നില്ല. CPM എന്തെങ്കിലും വലിയ കഷ്ണം വിട്ടുകൊടുത്താൽ അത് കിട്ടുക, അതുകൊണ്ട് സംതൃപ്തി അടയുക എന്നതിനപ്പുറം അവർക്ക് മുന്നണിയിൽ വലിയ റോളൊന്നുമില്ല എന്നതാണ് വസ്തുത. ജോസ് കെ മാണി അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പോലും പാർട്ടിയോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചിരുന്ന സഭകളുടെ വിഷയങ്ങളിൽ പോലും CPMന് ഒരു നിലപാട് മാറ്റമുണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ സംവരണ വിഷയം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ തുറന്ന പോരുമായി കത്തോലിക്ക സഭ രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ കാലത്തും മാണിയെ പിന്തുണച്ചിരുന്ന കത്തോലിക്ക സഭ അല്ലെങ്കിൽ സഭയുടെ നേതാക്കൾ ഇപ്പോൾ ജോസ് കെ മാണിയോട് അത്ര പ്രിയം കാണിക്കുന്നില്ല. ചങ്ങനാശ്ശേരിയുടെ അതിരൂപത അധ്യക്ഷനായിട്ടുള്ള തറയിൽ പിതാവ് ഉൾപ്പെടെയുള്ളവർ PJ ജോസഫ് വിഭാഗത്തോട് കൂടുതൽ അടുക്കുന്നു എന്നുള്ളതും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളെയും പ്രവർത്തകരെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ജോസ് കെ മാണിക്ക് സഭയിൽ സ്വീകാര്യതയില്ല, കർഷകർക്കിടയിൽ സ്വീകാര്യതയില്ല എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊപ്പം നിന്ന് ആത്മഹത്യ ചെയ്യേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. അണികളുടെ വികാരം കൃത്യമായി മനസ്സിലാക്കി തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മന്ത്രി അടക്കമുള്ള പ്രമുഖ MLAമാരും ഇപ്പോൾ UDFിലേക്ക് ചുവടുമാറുവാൻ തയ്യാറാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസ് കെ മാണി വിഭാഗത്തിന് നിലവിൽ കേരള നിയമസഭയിൽ 5 MLAമാരാണുള്ളത്. ഇതിൽ റാന്നി MLA ആയ പ്രമോദ് നാരായണൻ ഒഴികെ മറ്റ് 4 പേർക്കും ഈ ഘട്ടത്തിൽ UDFിലേക്ക് പോരണമെന്നാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. കാരണം UDFിലേക്ക് എത്തിയാൽ മറ്റ് 4 MLAമാർക്കും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനാണെങ്കിലും, ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിളിനാണെങ്കിലും, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനാണെങ്കിലും, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജനാണെങ്കിലും അനായാസം വിജയിച്ച് കയറുവാനാകും. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പൂഞ്ഞാറും ചങ്ങനാശ്ശേരിയും LDFിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ചാൽ ഏറെക്കുറെ നഷ്ടപ്പെടുമെന്ന് യാഥാർത്ഥ്യം കേരള കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്.
ഇടുക്കിയിലും കാഞ്ഞിരപ്പള്ളിയിലും ശക്തമായ മത്സരം നേരിടേണ്ടി വരുമെന്നും UDF തരംഗമുണ്ടായാൽ ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളിയിലും ഇടുക്കിയിലും തങ്ങളുടെ കോട്ടകൾ തങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ജയരാജും റോഷി അഗസ്റ്റിനും കൃത്യമായി തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയ്ക്കനുസരിച്ച് ഈ നേതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും മേടിച്ചിട്ട് തന്നെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ പരസ്യമായി UDFിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം ജോസ് കെ മാണിയെ ധിക്കരിച്ചുകൊണ്ട് ഉന്നയിക്കുന്നത്. ഈ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം UDF കൺവീനറായ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിലേക്ക് വരുന്നതാണ് അഭികാമ്യമെന്ന അഭിപ്രായം മാധ്യമപ്രവർത്തകരോട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജോസ് കെ മാണിയും ഇപ്പോൾ ഈ അപകടങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനാൽ തന്നെ പാർട്ടിയിലെ പിളർപ്പ് ഏതു വിധേനയും ഒഴിവാക്കി തന്റെ നേതൃസ്ഥാനം സംരക്ഷിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് ജോസ് കെ മാണി. ഒരു രക്ഷയുമില്ലാതെ വന്നാൽ അണികളുടെ വികാരം മാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണി വിട്ട് UDFിലേക്ക് ചേക്കേറുവാനും അദ്ദേഹം മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും തന്റെ അഭിമാനം സംരക്ഷിക്കാനായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തുടരുന്ന ജോസ് കെ മാണി വേണ്ടി വന്നാൽ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്താമെന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ വഴി കോൺഗ്രസിലേക്ക് സന്ദേശം കൈമാറിയിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ ഈ നീക്കത്തോടും കോൺഗ്രസ് അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ജോസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായാൽ ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃനിര അദ്ദേഹത്തോട് ചർച്ചകൾക്ക് സന്നദ്ധത അറിയിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ പാലായും കടുത്തുരുത്തിയും ഒരു കിട്ടാക്കനിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ലീഗിന് കൂടി കൃത്യമായ സ്വാധീനമുള്ള മലബാർ ബെൽറ്റിലെ ഏതെങ്കിലും കുടിയേറ്റ കർഷക സീറ്റിലേക്ക് ചുവടുമാറുവാനുള്ള ആലോചനകളും ജോസ് കെ മാണി ക്യാമ്പിലുണ്ട്. എന്നാൽ ജോസ് കെ മാണി തീരുമാനം വെച്ചു വൈകിക്കുകയാണെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം പ്രവർത്തകരെയും നേതാക്കളെയും അടർത്തിയെടുക്കുന്ന ഒരു പിളർപ്പിനുള്ള കരുനീക്കങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. തന്റെ മുമ്പിലുള്ള അപകടങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ജോസ് കെ മാണി ഇപ്പോൾ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ തങ്ങൾ മത്സരിക്കുമെന്നും അതുവഴി ശക്തി തെളിയിച്ച ശേഷം UDFുമായി ചർച്ചകൾ നടത്തി വിലപേശൽ നടത്തി കൂടുതൽ സീറ്റുകൾ ഉറപ്പിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDF പാളയത്തിൽ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നുമാണ്. ഇത് ജോസ് കെ മാണിയുടെ ഒരു തന്ത്രമായി പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഉണ്ടായാൽ കോൺഗ്രസിനോട് വിലപേശുവാനുള്ള സാധ്യതകൾ തീരെ ഇല്ലാതാകുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദയനീയമായ ഒരു പരാജയം തന്നെയാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്നും തങ്ങളുടെ കുത്തകയായിട്ടുള്ള പാലാ മുനിസിപ്പാലിറ്റി പോലും കൈവിട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെയും അടിസ്ഥാനത്തിൽ ഏതു വിധേനയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ UDFിലേക്ക് എത്തണമെന്ന നിലപാടാണ് അവർ കൈക്കൊള്ളുന്നത്. ഇതിനാൽ തന്നെയാണ് ഇടതുമുന്നണിയിൽ CPIക്കെതിരെ ജോസ് വിഭാഗത്തിലെ പ്രാദേശിക നേതാക്കളിൽ നിന്നും യുവജന നേതാക്കളിൽ നിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ തട്ടി എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി മുന്നണിക്ക് പുറത്തു കടക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിന് ജോസ് കെ മാണി തയ്യാറാകുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് മാതൃമുന്നണിയിലേക്ക് തിരികെ പോകണമെന്ന കർശന നിലപാടിന് പാർട്ടിയിൽ സ്വീകാര്യത കൂടുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകുകയാണ്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ പ്രതിസന്ധികളെ KM മാണിയുടെ മകൻ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.